വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്ക് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് സെറ്റ് അല്ലേ? അതാദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ സെറ്റ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്, അതാണ് സെറ്റ്. നമുക്ക് എന്താണ് വെൽ ഡിഫൈൻഡ് എന്ന് നോക്കാം. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. നോക്കി വെൽ ഡിഫൈൻഡ് എന്താണെന്ന് നോക്കാം. കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 2 എണ്ണുന്ന സംഖ്യകൾ അല്ലേ? 1 2 3 4 കൗണ്ടിങ് നമ്പേഴ്സ്. ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ നമ്പറാണ്. ലെസ് ദാൻ 5 5 താഴെയാണ് അല്ലേ? ഏതൊക്കെ വരാം? 1 2 3 4. ഇപ്പം നമുക്ക് അതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് വ്യക്തമായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറയുന്ന നമ്പേഴ്സാണ് അതിൽ വരുന്നത് എന്ന് പറയാം അല്ലേ? സെറ്റ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ബുക്സ് ഇൻ യുവർ ലൈബ്രറി എന്നാണെങ്കിലോ, ഇപ്പം നിങ്ങളുടെ ലൈബ്രറിയിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ബുക്ക് വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ? അല്ലെ, ഒരു കുട്ടിക്ക് ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി പറയുകയാണ് എനിക്ക് ആ ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വേറൊരു കുട്ടി പറയും എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയും അല്ലേ? അപ്പോൾ അത് അങ്ങനെയുള്ള വേർഡ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ബുക്സ് ഇൻ യുവർ ലൈബ്രറി അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇൻ യുവർ ഗാർഡൻ, ഇതൊന്നും വെൽ ഡിഫൈൻഡ് അല്ല. സെറ്റ് ഓഫ് ബോയ്സ് എന്ന് മാത്രം പറഞ്ഞാൽ എവിടെയുള്ള ബോയ്സ് ആണ് നമുക്ക് പറയാൻ പറ്റുമോ? അതേസമയം സെറ്റ് ഓഫ് ബോയ്സ് ഇൻ യുവർ ക്ലാസ്, നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ആൺകുട്ടികളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? സെറ്റാണ് അല്ലേ? അപ്പം നമുക്ക് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വെൽ ഡിഫൈൻഡ് ആയിരിക്കും. അതാണ് നമുക്ക് കറക്റ്റായിട്ട് ഇന്നതാണ് ആ കളക്ഷനകത്ത് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റണം. മനസ്സിലായല്ലോ? സെറ്റ് ഓഫ് ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ, ഈ സെറ്റിനകത്ത് ഇപ്പോൾ ചാപ്റ്റർ 1 ആണെന്നിരിക്കട്ടെ, ഇതിനകത്തുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രയാസമുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരാൾക്ക് പ്രയാസമുണ്ട് എന്ന് ചോദിച്ചാൽ വേറൊരു കുട്ടി പറയും അതെനിക്ക് ഈസിയാണ് എന്ന് പറയും അല്ലേ? അപ്പോൾ അത് അങ്ങനെയുള്ളതൊന്നും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ബുക്സ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇൻ യുവർ ഗാർഡൻ അല്ലെങ്കിൽ ക്ലവർ സ്റ്റുഡൻസ്. ഈ ക്ലവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ മിടുക്കർ അല്ലേ? സാമർഥ്യം. അപ്പോൾ ഈ ക്ലവർ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതിലാണ് ക്ലവർ? പലതിലും വരെ പഠിക്കാൻ മിടുക്കരായിരിക്കാം, ചിലപ്പോൾ ആ കുട്ടി സ്പോർട്സിൽ മിടുക്കരായിരിക്കാം. ഇപ്പോൾ ക്ലവർ സ്റ്റുഡൻസ് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടത് സെറ്റാകത്തില്ല. അതാണ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ. അപ്പം നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഒരു കളക്ഷൻ, അപ്പം അതിനെ നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഈ ഹോൾ നമ്പേഴ്സിൻ്റെ കളക്ഷൻ നമുക്കറിയാം. ഹോൾ നമ്പേഴ്സ് എല്ലാം എന്താണ്? 0 1 2 3 4 എക്സെട്ര, അതാണ് വരുന്നത്. നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും അല്ലേ? ഇനി നമുക്ക് ലെറ്റേഴ്സ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ക്യാപിറ്റൽ N. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. R, set of real numbers. Q, set of rational numbers. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? P/Q ഫോമിൽ എഴുതാവുന്ന നമ്പേഴ്സ്. P and Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. Z, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. നമ്മൾ ഈ സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം ഒക്കെ ഇനി പറയാം. ആ സെറ്റ് ബിൽഡർ ഫോമിലൊക്കെ നമുക്കിതൊക്കെ Z അല്ലെങ്കിൽ Q അല്ലെങ്കിൽ N ഒക്കെ ആവശ്യമുണ്ട്. ഈ ലെറ്റേഴ്സ് അറിഞ്ഞിരിക്കണം. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. N, നാച്ചുറൽ നമ്പർ. R, റിയൽ നമ്പേഴ്സ്. Q, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. Z, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്.
നമുക്ക് സെറ്റ് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ തന്നാൽ റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും എക്സ്പ്രസ് ചെയ്യാം. റോസ്റ്റർ ഫോം ഓർ ടാബുലർ ഫോം. പക്ഷെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ് റോസ്റ്റർ ഫോമാണ്. കളക്ഷൻ ഓഫ് വവൽസ്, സെറ്റ് ഓഫ് വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്നൊരു സെൻറ്റൻസ് തന്ന് നമുക്ക് ഇതിൻ്റെ റോസ്റ്റർ ഫോം ഇങ്ങനെ എഴുതാം. അതിങ്ങനെ ബ്രേസസ് ഇങ്ങനെ എഴുതുക. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കണ്ടല്ലോ. ഇതിനകത്ത് നമുക്കിപ്പം വവൽസ്, സെറ്റ് ഓഫ് വവൽസ്, അതുപോലെ സെറ്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പേര് എന്നിട്ട് നമ്മളിപ്പം ഓരോ സെറ്റിനും ഒരു പേര് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റിന് പേര് കൊടുക്കുന്നത്. ABCD എക്സെട്ര. വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇതിൻ്റെ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? AEIOU. ഇതാ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോസ്റ്റർ ഫോം. നമുക്ക് സെറ്റ് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യും. ഒന്ന് റോസ്റ്റർ ഫോം, ഒന്ന് സെറ്റ് ബിൽഡർ ഫോം. അതിൽ നമുക്ക് ആദ്യം റോസ്റ്റർ ഫോം നോക്കാം. എലിമെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് വിത്തിൻ ദ ബ്രേസസ്. ഈ രണ്ട് ബ്രേസസിനകത്ത് നമ്മൾ ഓരോ എലിമെൻറ്റും എഴുതി കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്? റോസ്റ്റർ ഫോം. വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്താണിത്? AEIOU. Set of natural numbers less than 5. Set of natural numbers less than 5 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അതിനകത്ത് വരാം? 1, 2, 3, 4. നാച്ചുറൽ നമ്പർ ആയിരിക്കണം, ലെസ് ദാൻ 5 ആയിരിക്കണം അല്ലേ? ഒരു സെറ്റിനകത്ത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോം വരുന്നതിന് മുമ്പ് നമുക്ക് എലിമെൻറ്റ്സും കൂടെ എന്ന് പറയണം. A ഈസ് ഈക്വൽ ടു 1, 2, 3. 3 എന്ന് പറഞ്ഞൊരു നമ്പർ, ഈ 3 ഇതിനകത്തൊരു എലിമെൻ്റ് ആണല്ലേ. നമുക്കതിനെ എങ്ങനെ എഴുതാം? 3 ബിലോങ്സ് ടു A ഓർ 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് A. അതിൻ്റെ സിമ്പിളാണ് ഇങ്ങനെ എഴുതിയിട്ട് 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് A. ഇപ്പോൾ ഇവിടെ നമ്മൾ എലിമെൻ്റ് എഴുതുമ്പോൾ സെറ്റ് സിമ്പിൾ വേണ്ട, വെറും നമ്പർ എഴുതിയാൽ മതി. കാരണം ഇവിടെ 3 സിംഗിൾ എലിമെൻറ്റ്, 3 എലിമെൻറ്റ് A. അപ്പോൾ ഇവിടെ 5 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് A. അപ്പം നമുക്ക് രണ്ട് രീതി പറയാം. 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് A, അല്ലെങ്കിൽ 3 ബിലോങ്സ് ടു A. അല്ലെങ്കിൽ 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് A. 5 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് A. ഇവിടെ ഇങ്ങനെയും പറയാം, 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് A, അല്ലെങ്കിൽ 3 ബിലോങ്സ് ടു A എന്ന് പറയാം. 5 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് A. എലിമെൻ്റ് അല്ല എന്നുള്ളതിന് ഇങ്ങനെ എഴുതിയിട്ട് ക്രോസ് ആയിട്ടൊരു വരാം. അതുപോലെ ഒരു സെറ്റിൽ നമ്മൾ എലിമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട. 1, 1, 2 ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല. 1, 1 റിപ്പീറ്റ് ചെയ്യേണ്ട. നമുക്ക് സെറ്റ്സിനകത്തുള്ള ലെറ്റേഴ്സ് അതിൻ്റെ റോസ്റ്റർ ഫോം എന്ന് നോക്കാം. റോസ്റ്റർ ഫോം സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് സെറ്റ്സ്. റോസ്റ്റർ ഫോമിൽ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് നമുക്ക് രണ്ട് വേർഡ് നോക്കാം. ഒന്ന് സെറ്റ്സ് നോക്കാം, ഒന്ന് മലയാളം നോക്കാം. നമ്മൾ റോസ്റ്റർ ഫോം ഒന്നുകൂടെ പറയുകയാണ്. റോസ്റ്റർ ഫോമിനുള്ള എക്സാമ്പിൾ: സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് 1 സെറ്റ്സ്. നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കൊരു പേര് കൊടുക്കാം, B. എപ്പോഴും നമ്മൾ നെയിം ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. SET. മലയാളം. മലയാളം. ഇതിനകത്ത് നമുക്ക് എഴുതുമ്പോൾ M. നിങ്ങൾക്ക് എൻ്റെ റോസ്റ്റർ ഫോം ഇങ്ങനെ എഴുതാം:
എം എ എൽ വൈ, എം എ എൽ, പിന്നെ എ വീണ്ടും എഴുതേണ്ട, റെപ്പറ്റേഷൻ ഉണ്ട്, വൈ, എ എൽ എ എം, അത് ഓൾറെഡി നമ്മൾ എഴുതി. ഇങ്ങനെയാണ് എഴുതുന്നത്. ഇങ്ങനെ കോമയിട്ട് എഴുതുന്നതാണ് റോസ്റ്റർ ഫോം. സെറ്റ് ബിൽഡർ ഫോം. നമുക്ക് ഒരു സെൻറ്റൻസ് തന്നിരുന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ തന്ന രണ്ട് രീതിയിൽ നമുക്ക് സെറ്റ് റെപ്രസെൻറ്റ്, ഒന്ന് റോസ്റ്റർ ഫോം, മറ്റേത് സെറ്റ് ബിൽഡർ ഫോം. നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞു എക്സ് എ ഇ ഐ ഒ യു. ഇതെന്താണ്? വൗവലാണ് അല്ലേ. അപ്പം നമ്മൾ ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ എക്സ് സച്ച് ദാറ്റ്, വായിക്കുന്നത് സച്ച് ദാറ്റ്, എക്സ് സച്ച് ദാറ്റ് വായിക്കുന്നത്. എക്സ് ഈസ് എ വൗവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇപ്പം നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്തുള്ള ഓരോ എലിമെൻറ്റും എങ്ങനെയാണ് ഫോം ചെയ്തത്, അല്ല അതിൻ്റെ കോമൺ പ്രോപ്പർട്ടി എന്താണ്. ഇപ്പോൾ കണ്ടു, ഇവിടെ വൗവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പം നമ്മൾ തിരിച്ച് റോസ്റ്റർ ഫോമിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് നോക്കുക, വൗവൽ. ഇപ്പോൾ വൗവൽ ഏതൊക്കെയാണ്? എ ഇ ഐ ഒ യു. അത് കോമയിട്ട് എഴുതും. അപ്പോൾ അത് റോസ്റ്റർ ഫോമായി. ഇങ്ങനെ എഴുതിയാലോ സെറ്റ് ബിൽഡർ ഫോമായി. വൗവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇത് വായിക്കുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വൗവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇത് സെറ്റ് ബിൽഡർ ഫോം, ഇത് റോസ്റ്റർ ഫോം. Set C is equal to some set 1 by 2, 2 by 3, 3 by 4, 4 by 5, 5 by 6. ന്യൂമറേറ്റർ നോക്കി 1 2 3 4 5. 1 + 1 2, 2 + 1 3, 3 + 1 4 + 1 5 + 1 അല്ലേ. അപ്പോൾ ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം നമുക്ക് എങ്ങനെ എഴുതാം? ഇത് റോസ്റ്റർ ഫോം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു n by n + 1. ഈ നാച്ചുറൽ നമ്പർ ഏത് വരെയുണ്ട്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെയാണ്, 5 വരെയാണ് അല്ലേ. കോമ n എലമെൻറ്റ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇങ്ങനെ എഴുതാം. നമുക്ക് n by n + 1. നമ്മൾ n എലമെൻറ്റ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെ കൊടുക്കണം? 1 2 3 4 5. 1 കൊടുക്കുമ്പോൾ ഇവിടെ 1 1 + 1 2, നമുക്ക് ഫസ്റ്റ് നമ്പർ കിട്ടി. അടുത്ത 2 കൊടുക്കുമ്പോൾ 2 by 2 + 1 3. അങ്ങനെ ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ സെറ്റാണോ എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. അപ്പോൾ അവിടെ ബെസ്റ്റ് ക്രിക്കറ്റ് മാൻ, അതെന്താണ്? എലിമെൻറ്റ്സ് ആർ നോട്ട് വെൽ ഡിഫൈൻഡ്, so it is not a set. A collection of novels written by the writer മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് അല്ലേ, അദ്ദേഹം എഴുതിയ നോവൽ മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് ആണ്, കാരണം വേറെ ആരും എഴുതിയതിനകത്ത് വരുന്നില്ല. അപ്പം അദ്ദേഹം എഴുതിയ നോവൽ മാത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, അത് സെറ്റാണ്. ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻറ്റീജേഴ്സ്, എന്താ സെറ്റ്. Write the following in roster form. X is a natural number less than 6. 1 2 3 4 5. X is a 2-digit number. ഇത് മറ്റേത് നാച്ചുറൽ നമ്പർ നിങ്ങൾക്ക് എളുപ്പമാണ്. X such that X is a 2-digit number.
such that sum of the digits is 8. Sum of the digits is 8. ഇത് സെറ്റ് ബിൽഡർ ഫോം. നമ്മൾ ഇതിൻ്റെ റോസ്റ്റർ ഫോം എഴുതുന്നത് എങ്ങനെ എഴുതും? X is a 2-digit number such that the sum of the digits is 8. അത് നമുക്ക് ഏതെഴുതാം? 17, 26, 35, 44, 53, 62, 71, 80. ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്ന റോസ്റ്റർ ഫോമാക്കുക. എല്ലാ ക്വസ്റ്റ്യനും എഴുതുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എക്സ് such that x is a prime number which is divisor of 60. A is equal to x such that x is a prime divisor of 60. Divisor means factor. സിക്സ്റ്റിയുടെ പ്രൈം ഡിവൈസേഴ്സ് ഏതൊക്കെയാണെന്ന്. ഇപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? എ നമ്പർ വിച്ച് ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് നമ്പർ ഇറ്റ് സെൽഫ്. ഇപ്പോൾ 60യുടെ പ്രൈം ഫാക്ടേഴ്സ്, ഇത് സെറ്റ് ബിൽഡർ ഫോം. ഇനി നമ്മളെങ്ങനെ റോസ്റ്റർ ഫോമിലോട്ട് എഴുതാം? ഏതൊക്കെയാണോ അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ്, 2, പിന്നെ 6 + 0 6, 3, ലാസ്റ്റ് ഡിജിറ്റ് 0 ആയതുകൊണ്ട് 5. ബാക്കിയെല്ലാം എന്താണ്? കോമ്പസിറ്റ് നമ്പേഴ്സാണ്. ഇവിടെ പ്രൈം ഡിവൈസർ എന്ന് പറയുമ്പോൾ 2, 3, 5. ഇത് സെറ്റ് ബിൽഡർ ഫോം, ഇത് റോസ്റ്റർ ഫോം. നമുക്ക് റോസ്റ്റർ ഫോമിൽ തന്നിട്ട് തിരിച്ച് സെറ്റ് ബിൽഡർ ഫോമിൽ ഒന്ന് എഴുതാൻ നോക്കാം. x such that x element is z, x square less than or equal to 4. x element is z. z എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റിജേഴ്സ്. റോസ്റ്റർ ഫോം ഇങ്ങനെ എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, -2, -1, 0, 1, 2. -2 മുതൽ 2 വരെ. -3 ആണെങ്കിൽ -3² എന്താവും? 9. ഇത് ഗ്രേറ്റർ ദാൻ 4 ആവും. അതുകൊണ്ടാണ് നമ്മളത് എഴുതാത്തത്. നമുക്ക് നൾ സെറ്റും ഫൈനൈറ്റ് ഇൻഫൈനൈറ്റും കൂടെ പറഞ്ഞിട്ട് ഇന്ന് നിർത്താം. നമുക്ക് ബാക്കി സബ്സെറ്റ് എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ. നമുക്ക് എം ടി ഓർ നൾ സെറ്റ്. എം ടി ഓർ നൾ സെറ്റ്. എം ടി സെറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നൾ സെറ്റ്. എം ടി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഒന്നുമില്ല, ശൂന്യം അല്ലേ? അപ്പോൾ ഇവിടെ എ സെറ്റ് വിത്ത് നോ എലിമെൻറ്റ്സ്, ഒരു എലിമെൻറ്റും ഇല്ലാത്ത സെറ്റ്. നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ എഴുതരുത്, അത് തെറ്റാണ് കേട്ടോ. ഇപ്പോൾ നൾ സെറ്റിന് ഡെഫിനിഷൻ എന്താ? സെറ്റ് വിത്ത് നോ എലിമെൻറ്റ്സ്, ഒരു എലിമെൻറ്റും ഇല്ല. ഒന്നുകിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇത്. അതിനൊരു എക്സാമ്പിൾ, ഇപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ? 1ൽ താഴെയുള്ള ഏതെങ്കിലും നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു എലിമെൻറ്റേ ഇല്ല അല്ലേ? അതുകൊണ്ടാണത് നൾ സെറ്റ് ആകുന്നത്. ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4 ഉണ്ടോ? ഇല്ല, നൾ സെറ്റ്. ഇനി ഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സെറ്റിന് എത്ര എലിമെൻ്റ് ഉണ്ട് എന്നൊക്കെ എണ്ണി പറയാൻ പറ്റണം. ഇത്ര അതിനകത്ത് 100 എലിമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ 1000 ഉണ്ട്, അല്ലെങ്കിൽ 1 എലിമെൻ്റ് ഉണ്ട്, 2 എലിമെൻറ്റ്സ് ഉണ്ട് എന്ന് പറയാൻ വെക്കുന്ന സെറ്റ്. എ സെറ്റ് വിത്ത് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ്, ഫൈനൈറ്റ് സെറ്റ്. ഫോർ എക്സാമ്പിൾ, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് എത്ര എലിമെൻറ്റ് ഉണ്ട് എന്നൊക്കെ എണ്ണി പറയാൻ പറ്റണം. മനസ്സിലായോ?
1 2 3 എക്സെട്ര 10. നമുക്കറിയാം 1 to 10 നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 എക്സെട്ര 10. ഇന്നത്തെ മൊത്തം എത്ര നമ്പേഴ്സേ ഉള്ളൂ? 10 നമ്പറേ ഉള്ളൂ അല്ലേ? 1 2 3 4 എന്ത് എല്ലാം എഴുതിയില്ല, 10 വരെ ഉണ്ട്. അതേസമയം 1 2 3 എക്സെട്ര സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ഒരിക്കലും എന്താണ് സ്റ്റോപ്പില്ല അല്ലേ? നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്പർ എഴുതി അതിനോട് 1 ആഡ് ചെയ്താൽ അടുത്ത നമ്പർ കിട്ടും. ഇതെന്താണ്? ബി എന്ന് പറയുന്നത് ബി ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഇൻഫിനിറ്റ് സെറ്റ്. ഇത് ഇൻഫിനിറ്റ് സെറ്റിൻ്റെ എക്സാമ്പിൾ, ഇത് നാച്ചുറൽ നമ്പർ. ഇപ്പം നാച്ചുറൽ നമ്പർ നമുക്ക് ഫൈനൈറ്റ് സെറ്റിന് എത്ര വേണേലും എക്സാമ്പിൾ എഴുതാം. സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 100. ഇപ്പോൾ 100 താഴെ 100 താഴെയുള്ള എല്ലാ പ്രൈം നമ്പറും എഴുതുക. നമുക്കറിയാം 2 മുതൽ 97 വരെ അത്രയുമുള്ള നമ്പേഴ്സേ ഉള്ളൂ അല്ലേ? ഇത്രയെണ്ണം ഉണ്ടെന്ന് എണ്ണി പറയാൻ പറ്റും. ഇപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്, സെറ്റ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 5, അതൊന്നും നമുക്ക് ഇത്ര എണ്ണം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫൈനൈറ്റ് സെറ്റ്. ഇപ്പോൾ ഫൈനൈറ്റ് ആണെങ്കിൽ ഇത്ര എണ്ണം ഉണ്ടെന്ന് പറയാം, ഇൻഫൈനൈറ്റ് ആണെങ്കിൽ എത്ര എണ്ണം ഉണ്ട് ആ സെറ്റിനകത്ത് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയും ആലോചിച്ചാൽ നമുക്ക് ഓർത്താൽ മതി. അപ്പം നമുക്ക് എം ഡി സെറ്റിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഫൈനൈറ്റ് സെറ്റ്. കാരണം നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ആൻ എം ഡി സെറ്റ് എന്താ? 0 അല്ലേ? അത് കറക്റ്റായിട്ട് നമുക്ക് പറയാം. അതാണ് എ സെറ്റ് വിച്ച് ഈസ് എം ഡി ഓർ കൺസിസ്റ്റ് ഓഫ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഈസ് കോൾഡ് ഫൈനൈറ്റ്. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ഇൻഫൈനൈറ്റ്. ഈക്വൽ സെറ്റ്സ്. A 1 2 3, B 2 1 3. നമുക്കൊരു സെറ്റിനകത്ത് ഈ എലിമെൻറ്റ്സ് എഴുതുന്നതിന് ഓർഡറൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ 1 2 3 2 1 3 അല്ലെ 3 1 2 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എഴുതാം. നമുക്ക് എ എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലിമെൻറ്റ്സും ബിയിലുണ്ട്. നമ്പർ ഓഫ് എലിമെൻറ്റ്സും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് ഈക്വൽ ടു ബി. ഈക്വൽ സെറ്റ് എന്ന് പറയാം. 1 2 3 അല്ലേ? ഇത് നമുക്ക് എന്ത് പറയാം? എ ഈസ് ഈക്വൽ ടു ബി. ഇപ്പോൾ ഓർഡേഡ് പെയറിനകത്താണെങ്കിൽ നമുക്ക് 1 2 എന്നുള്ളതിനെ തിരിച്ചിട്ടാൽ ഇത് ഈക്വൽ ആണോ? അല്ല. പക്ഷെ സെറ്റിനകത്ത് അങ്ങനെയല്ല. 1 2 3 2 1 3 അല്ലെ 3 1 2 മാറ്റി മാറ്റിയൊക്കെ എഴുതാം. അതിന് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. 1 2 3 2 1 3 2 3 1 അങ്ങനെയൊക്കെ എഴുതാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സബ്സെറ്റ്. എല്ലാവരും നന്നായി പഠിക്കുക. അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ അന്ന് തന്നെ പഠിച്ചു തീർക്കുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.